ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഉടൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കലാകും ഓൺലൈനായി നടക്കുന്ന യോഗത്തിന്റെ പ്രഥമ പരിഗണന. സഖ്യത്തിന്റെ കൺവീനറുടെ കാര്യത്തിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. എം.കെ. സ്റ്റാലിൻ, നിതീഷ് കുമാർ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്നിവർ പങ്കെടുക്കും. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ജിൽബി, വളരെ നിർണായകമാണ് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറെ ഇന്ന് തെരഞ്ഞെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് എടുത്തിരുന്ന നിലപാടുകൾ, അതിനുശേഷം അവർ എടുക്കുന്ന നിലപാട് മയപ്പെടുത്തൽ എല്ലാം തന്നെ ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ യോഗം എത്രമാത്രം പ്രസക്തമാകുന്നു? കൺവീനർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് കൺവീനറെ തെരഞ്ഞെടുക്കൽ മാത്രമാണോ പ്രധാന അജണ്ട? ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാം, അല്ലെങ്കിൽ BJPയെ തകർക്കാൻ ഒറ്റക്കെട്ടായി നേരിടാനായിട്ട് ഇപ്പോൾ ഘടകകക്ഷികളെല്ലാം അല്ലെങ്കിൽ പാർട്ടികളെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പക്ഷെ അപ്പോഴും പല കാര്യങ്ങളിലും ഇപ്പോഴും ഇന്ത്യ മുന്നണിക്കിടയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യ അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായക യോഗം ഇപ്പോൾ ചേരുന്നത്. പ്രധാനമായിട്ടും നിലവിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ചർച്ചയിലൂടെ അതിന് ഒരു തീരുമാനം കണ്ടെത്തി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മുന്നണി കൺവീനർ ആരായിരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തർക്കം തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിതീഷ് കുമാറിന്, അതായത് JDU മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ മുന്നണി കൺവീനർ ആക്കിയേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനം ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാമെന്നുള്ള ഒരു സൂചനയും വരുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി മുഖമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടുവരണമെന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളൊക്കെ ഇതിൽ കഴിഞ്ഞ മീറ്റിംഗിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് മറ്റ് പല നേതാക്കളും ഇതിൽ അതൃപ്തിയൊക്കെ രേഖപ്പെടുത്തി വന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുന്നണി കൺവീനർ ആരായിരിക്കണമെന്ന ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായിട്ടും നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു കാര്യം സീറ്റ് വിഭജനം. അതായത് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ കോൺഗ്രസിന്റെ ദേശീയ സഖ്യ സമിതി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് JDU, RJD, AAP, അതുപോലെ തന്നെ ശിവസേന, NCP തുടങ്ങിയ എല്ലാ പാർട്ടികളുമായിട്ടും ഇപ്പോൾ പ്രാഥമിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അതിന്റെ തുടർ ചർച്ചകളും അതുപോലെ തന്നെ ഉടൻ തന്നെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള ഒരു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു ഭിന്നാഭിപ്രായം അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലൊരു യാത്രയുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതിൽ ഒരു വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് പാർട്ടികളുടെ ഒരു പിന്തുണ ഇതിലേക്ക് അഭ്യർത്ഥിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും 11:30-ക്കാണ് ഓൺലൈനായിട്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുക. എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെങ്കിലും മമതാ ബാനർജി നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന പരിപാടികൾ ഉള്ളതിനാൽ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ജിൽബിയാണ് സമഗ്ര വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം അല്പസമയത്തിനകം 11:30-ക്ക് ദില്ലിയിൽ ആരംഭിക്കും. കൺവീനറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്റ്റാലിൻ അടക്കമുള്ളവർ ഓൺലൈനായിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി നൽകിയത്.